പ്രിയപ്പെട്ടവരെ, നവകേരള സദസ്സിനോടുള്ള നാട്ടുകാരുടെ സ്നേഹം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നവകേരള ബസ് എവിടെയുണ്ടോ അവിടെയെല്ലാം പ്രതിപക്ഷം സ്നേഹം ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്. സ്നേഹിക്കുന്നവർക്ക് ഉദ്യോഗസ്ഥരുടെ വകയും സ്നേഹപ്രകടനം ഉണ്ട് കേട്ടോ. വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. നവകേരള സദസ്സ് ഗംഭീര വിജയല്ലേ? നാട്ടുകാരെല്ലാം സ്നേഹം കൊണ്ട് പൊതിയാണ്. നമ്മുടെ ഇടനെഞ്ചിലല്ലേ നവകേരള സദസ്സിനെയും നവകേരള ബസ്സിനെയും ഒക്കെ നാട്ടുകാർ കൊണ്ടുനടക്കുന്നത്. നവകേരള സദസ്സ് വലിയ ജനപിന്തുണയോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുക. UDFും BJPയും അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങളുമെല്ലാം ഉയർത്തിയ പ്രചരണങ്ങളെയെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതാണ് ഈ വമ്പിച്ച നവകേരള സദസ്സിൻ്റെ ജനപിന്തുണയോടുകൂടി കാണാൻ സാധിക്കുന്ന ചിത്രം. പ്രതിപക്ഷവും ബാക്കി വിമർശനം ഉന്നയിക്കുന്നവരൊക്കെ കണ്ണു തള്ളി നിൽക്കുന്നുണ്ടാവും നവകേരള സദസ്സിന്റെ വിജയം കണ്ടിട്ട്. ഹാരം, ജണ്ട്, പൂമാല എന്നിവയെല്ലാം നൽകി പാവമ്മയുടെ സർക്കാരിനെ ഇങ്ങനെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കരുതേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പേടിക്കണ്ട, ഇതെല്ലാം ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. DYFIക്കാർക്കും CPMകാർക്കും മാത്രമല്ല, ഇടയ്ക്കൊക്കെ പോലീസിനും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ ജീവൻ രക്ഷിക്കാൻ അവസരം കൊടുക്കണ്ടേ? എത്ര ശാസ്ത്രീയമായിട്ടാണ് അവരത് ചെയ്യണമെന്ന് നോക്കിയാൽ. ഭയങ്കര കഴിവന്നല്ലേ? അപ്പോഴേ ഗോവിന്ദ മാഷെ, പ്രതിഷേധത്തിന് ഇങ്ങനെ അടിച്ചമർത്തുന്നത് ശരിയാണോ? അല്ല, കഴിഞ്ഞ ആഴ്ച നമ്മുടെ SFI പിള്ളേർ ഗവർണറെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഒരു സംഘർഷത്തിൻ്റെയും കാര്യമില്ല. ഇവിടെ കരിങ്കൊടി എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കും. സമരത്തിൻ്റെ ഭാഗമായിട്ട് കരിങ്കൊടി കാണിക്കുന്നത് ഒരു തരത്തിലുള്ള ഉപേക്ഷിക്കേണ്ട ഒരു സമര പരിപാടിയാണ് എന്നും ഇതേവരെ ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല. അതന്നെ, ഞങ്ങൾ ഭയങ്കര വിപ്ലവകാരികളാണ്. ചോദ്യം ചെയ്യേണ്ടതിനെ ചോദ്യം ചെയ്യണം, വിമർശിക്കേണ്ടതിനെ വിമർശിക്കണം, പ്രതിഷേധിക്കേണ്ട കാര്യമാണെങ്കിൽ അതും ചെയ്യണം, കരിങ്കൊടി കാണിക്കണമെങ്കിൽ അതും ആവാം. പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ, ഇതൊക്കെ വേറെ ആരുടെയെങ്കിലും അടുത്ത് മതി. നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരെയോ സർക്കാരിന് നേരെയോ ആണെങ്കിൽ ഇങ്ങനെ തല്ലിച്ചതയ്ക്കണം, അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു കൂട്ടരുടെ ശബ്ദം മാത്രം ഉയർന്നാൽ മതി. മനസ്സിലായില്ലോ? മുഖ്യമന്ത്രിക്കെതിരായിട്ട് കരിങ്കൊടി കാണിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ എത്രയോ സ്ഥലത്ത് കാണിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആത്മഹത്യാ സ്കോഡ് പോലെ അതിൻ്റെ മുമ്പിലേക്ക് ചാടുന്ന പ്രശ്നമാണ് അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത്. അതിപ്പോൾ ഗവർണറുടെ മുമ്പിലേക്ക് ചാടുന്ന ഒരു നിലപാട് വന്നാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോണ പോലെ കരിങ്കൊടി കാണിക്കില്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ടല്ലേ ഈ മനുഷ്യ സ്നേഹികളൊക്കെ ഇങ്ങനെ ഇടപെടേണ്ടി വരുന്നത്. പിന്നെ കരിങ്കൊടി കാണിക്കുന്നവരെ തല്ലി ചതയ്ക്കുന്നതിൽ ഒരു ഫ്രഷ് ഫീലില്ല. പുതിയ ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഒരു ത്രില്ലുള്ളൂ. ഒരു കാര്യം ചെയ്യാം, വീട് കയറി ആക്രമിക്കാം. ആലപ്പുഴയിലെ KPCC ജനറൽ സെക്രട്ടറിയുടെ വീട് തന്നെ തല്ലിപ്പൊളിക്കാം. അപ്പോഴല്ലേ ഒരു ഉഷാറുണ്ടാവുള്ളൂ. പെട്ടെന്നൊരു ശബ്ദം കേട്ടു, ഭയങ്കരമായിട്ട് വലിയ ശബ്ദം. ഞാൻ ഓടിച്ചെന്നപ്പോൾ 3-4 പേര് അകത്തോട്ട് വരുന്നു. ഇതെല്ലാം തള്ളി ഇടുവാണ്. എന്നിട്ട് നമ്മളെയും തള്ളിയിട്ട് ഇവ ഓടുക. എങ്ങോട്ടൊക്കെയാണ് ഓടുന്നതെന്ന് അറിയാം. അതിൻ്റെ പുറകെ ഞാൻ കാണുന്നത് പോലീസുകാർ വരുന്നു. അങ്ങനെ പോലീസുകാർ വന്നിട്ട് കണ്ടാലറിയാവുന്ന 3-4 പേരുണ്ട്. 4 പേരെ എന്നെ ആക്രമിക്കാൻ എന്നെ തള്ളിയിട്ട്. എത്ര ശാന്തസുന്ദരമായ അന്തരീക്ഷം. നവകേരള യാത്രക്കിടെ പ്രതിഷേധിക്കുന്നവരോട് എത്ര മാന്യമായിട്ടാണ് പാർട്ടിക്കാർ ഇടപെടുന്നത്. പ്രതിഷേധിക്കുന്നവരെ കൊഞ്ചിച്ചും ലാളിച്ചും പോലീസ് ജീപ്പിൽ കയറ്റണത് കാണാൻ തന്നെ എന്തൊരു രസമാണ്. വീട് അടിച്ചു തകർത്തതിൽ പിടിയിലായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. അദ്ദേഹവും എത്ര മാന്യമായിട്ടാണ് വീട്ടിലുള്ളവരോട് പെരുമാറിയത്. 3-4 പേര് അറിയാവുന്നവരുണ്ട്. അത് കൂടാതെ അറിയാത്ത 7-8 പേരോട് ഉണ്ടായിരുന്നു. ഈ വീട് നേരെ ആക്രമണം ഉണ്ടായ കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിൻ്റെ പേരിലുള്ള അതിൻ്റെ റിയാക്ഷനായിട്ടാണ് ഇവിടെ വന്ന് കയറി തല്ലിപ്പൊളിക്കുക, ആക്രമിക്കുകയൊക്കെ ചെയ്തത്. നവകേരള സദസ്സ് ആലപ്പുഴയിലേക്ക് കടന്നപ്പോൾ തൊട്ട് മൊത്തം അടിയിടി ബഹളാണ്. പിന്നെ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ എവിടെ കരിങ്കൊടി കാണിച്ചാലും അവരെയൊക്കെ തല്ലി ചതച്ചില്ലേ. പിന്നെ ആലപ്പുഴയ്ക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ഇമ്മളങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ലല്ലോ. ഒക്കെ പ്രതിഷേധിക്കുന്നവരുടെ ജീവൻ കാക്കാൻ കാണിക്കുന്ന നല്ല പ്രവൃത്തികളല്ലേ. നവകേരള ബസ് ആളെ ഇടിച്ചു, അപ്പുറത്തെ ഞാൻ പൂരിപ്പിക്കുന്നല്ലോ. പിന്നെ ഒരു വാക്കുണ്ട്, അത് ഞാൻ പൂരിപ്പിക്കുന്നതിൽ ആ ഒരു ദുർഗതി വന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതാണ് ഞാൻ പറഞ്ഞത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയവരെ കുറിച്ചാണ്. ആ ഇടപെടൽ നടത്തിയവരെ ഇപ്പോഴും ഞാൻ ശ്ലാഘിക്കുകയാണ്. കാരണം അത് ശരിയായ രീതിയാണ്. അല്ലെങ്കിൽ അവർ ബസ് തട്ടി മരിക്കും. അതില്ലാതായി, അത് നല്ല കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, കപ്പിത്താൻ ഇനിയും ഇതൊക്കെ തന്നെ ചെയ്താൽ മതി എന്ന് ഉപദേശിക്കുമ്പോൾ നമ്മുടെ പിള്ളേർ അത് അനുസരിക്കാതിരിക്കുന്നത് മോശമല്ലേ? അല്ലെങ്കിലും നവകേരള സദസ്സ് അന്ന് തുടങ്ങിയതല്ലേ. ഓരോരോ ആരോപണങ്ങൾ മാത്രമാണ്. സർക്കാരിനെ ജനങ്ങൾ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ എല്ലാവർക്കും കുശുമ്പാണ്. അതിൽ നിന്നുണ്ടാവുന്ന പ്രതിഷേധമാണ് ഈ കാണുന്നതൊക്കെ, അല്ലാണ്ട് വേറൊന്നല്ല. ബസ്സിൽ തുടങ്ങിയ വിവാദം പിന്നീട് പരാതികളും നിർദ്ദേശങ്ങളും ഗൗരവമായി എടുക്കുന്നില്ല എന്ന തരത്തിലേക്കാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. പരാതി സ്വീകരിച്ച ശേഷം അത് നൽകിയ കവറുകൾ കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പിന്നെ പരാതി സ്വീകരിക്കണില്ല എന്ന് ആരോപണം മാത്രമല്ല കേട്ടോ, പരാതി സ്വീകരിക്കലല്ല നവകേരള സദസ്സിന്റെ പണിയെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറന്നുപോയാ? പാവം ഗോവിന്ദ മാഷ് കേട്ടില്ല എന്ന് തോന്നുന്നു. കേൾപ്പിച്ചേരാട്ടോ. എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ്
അദ്ദേഹം പറയുന്നതായി കണ്ടത്. പരാതികളുടെ ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യം മാത്രമാണ്. പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം. പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം. എന്തൊക്കെ ബഹളായിരുന്നു. പ്രശ്നങ്ങൾ കേൾക്കാൻ മന്ത്രിസഭ ഒന്നാകിങ്ങിട്ട് ഇറങ്ങി വരുന്നു. പരാതി സ്വീകരിക്കാൻ സ്ഥലം ഏർപ്പാടാക്കുന്നു. സാധാരണക്കാർ പരാതികളും കൊണ്ട് നവകേരള വേദിയിൽ കയറി ഇറങ്ങണു. അപ്പോൾ നാട് മാസമായിട്ട് മുഖ്യമന്ത്രി വന്ന് പറയാണ് പരാതി സ്വീകരിക്കലല്ല നമ്മുടെ പണിന്ന്. വാ ട്വിസ്റ്റേ. നമുക്ക് പരാതി പരിഹാരം ഒന്നും അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. നമ്മുടെ താല്പര്യം എന്താ, അതിങ്ങനെ പ്രതിഷേധിക്കാൻ വരുന്നവരെ അടിച്ചൊതുക്കുന്നതിലാണ്. അപ്പോൾ ബാക്കി മണ്ഡലങ്ങളിലെ ആളുകളോട് 2 കാര്യമാണ് പറയാനുള്ളത്. പരാതി നവകേരള സദസ്സിന്റെ പൊതുവേദിയിൽ പറയരുത്. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ കരിങ്കൊടിയും കൊണ്ട് ഇനിയെങ്കിലും മുതലാളിമാരുടെ മുന്നിൽ വരരുത്. അപ്പം ശരി, നവകേരളം മുന്നോട്ട്. വരിക്കാശ്ശേരി മനേന്ന് ചലച്ചിത്ര അക്കാദമിക്ക് എത്ര ദൂരം ഉണ്ടാവും? ഒരു കൂവലിന്റെ ദൂരേ ഉള്ളൂ എന്നാണ് അനുഭവസ്ഥർ പറയണത്. തൻ്റെ സിനിമയിലെ പോലെ തന്നെയാണ് ജീവിതം എന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു നമ്മുടെ രഞ്ജിത്തേട്ടൻ. എന്താ തറവാടിത്തം, എന്താ തലയെടുപ്പ്, എന്താ പുച്ഛം. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടുത്തെ ഒട്ടുമിക്ക സിനിമകളും അഭിനേതാക്കളും ഒന്നും ശരിയല്ല. അതൊന്നും വിലയിരുത്താൻ കഴിവുള്ള ആരും ഇവിടെ ഇല്ല, ഒരാളൊഴികെ. സിനിമ എന്താന്ന് ഇവിടെ രഞ്ജിത്തേട്ടന് മാത്രമേ അറിയൂ. രഞ്ജിത്തേട്ടൻ ഇല്ലായിരുന്നെങ്കിലോ ഗിലോ ഗിലോ. ചലച്ചിത്ര അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കാനും ഇവിടെ രഞ്ജിത്തേട്ടനുണ്ട്. എതിർത്തൊരു ശബ്ദം വരുന്നത് ഞങ്ങളുടെ രഞ്ജിത്തേട്ടന് ഇഷ്ടമില്ല. പുള്ളി അത് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും പരാതിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. നമ്മുടെ ചെയർമാൻ്റെ ധാരണ മുണ്ടിൻ്റെ കോന്തലയും പിടിച്ച് ഒരു ആറാന്തപൂർണ്ണ രീതിയിലൂടെ നടക്കുന്നതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ ഭംഗിയായി നടക്കുന്നതെന്നാണ്. നമ്മൾ പല രീതിയിൽ ഈ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താനും സൗഹാർദ്ദപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താ വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല, ഇത് ചലച്ചിത്ര അക്കാദമിയാണ്. രഞ്ജിത്തേട്ടാ പണ്ടത്തെ പോലെ അല്ലട്ടാ. നാട്ടുകാർ പണ്ടത്തെ ആഠ്യത്വത്തിനൊന്നും വലിയ വില തരുന്നില്ലെന്ന് തോന്നുന്നു. ശ്രീ രഞ്ജിത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അയ്യേ, ഇതൊക്കെ എന്ത് കൂവല്. കണ്ടില്ലേ ഞങ്ങളുടെ രഞ്ജിത്തേട്ടൻ്റെ ഒരു ഗഡ്സ്. കൂവലിന് മുന്നിലും തല ഉയർത്തി നിൽക്കണ ആ ഒരു പൗരുഷം കണ്ടോ. അറിയാലോ, കൂവലി ഇന്നും ഇന്നലെയും കിട്ടാൻ തുടങ്ങിയതല്ല. ഈ കാര്യത്തിലും പുള്ളി എക്സ്പീരിയൻസ്ഡ് ആണ്. എന്താ ചെയ്യാ, കൂവലൊന്നും പുത്തരിയല്ല. 1976 SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നുമല്ല. അതിനാരും ശ്രമിച്ച് പരാജയപ്പെടുകയും വേണ്ട. അപ്പോഴേ രഞ്ജിത്തേട്ടാ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച ആണ്. നന്ദി, നമസ്കാരം.